കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഓരോരുത്തരും വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. എന്താ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് പലപ്പോഴും ആണുങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നിയമങ്ങളും ആണുങ്ങൾക്ക് എതിരാണ്. ആണുങ്ങൾ കേസിന് പോയി കഴിഞ്ഞാൽ, കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ട കേസിന് പോയി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കില്ല എന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തെറ്റായ ഒരു മിത്ത് പൊളിക്കുന്ന ഒരു കിടിലൻ കോടതി വിധിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ലെങ്തി കോടതി വിധിയാണ്, മൊത്തം കേൾക്കുവാനായിട്ട് ശ്രമിക്കാം. അതായത് ഈ ഭാര്യ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് എതിരെ മെയിൻ്റനൻസ് തരുവാനായിട്ട് കുടുംബ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാണ്. ആ കേസ് ഫയൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർകക്ഷി ഭർത്താവായതുകൊണ്ട് ഭർത്താവിൻ്റെ പേരിലാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുടുംബ കോടതിയിൽ നിന്നും സമൻസ് വരേണ്ടത്. പക്ഷെ ഭാര്യ എന്ത് ചെയ്തു, ഭർത്താവിൻ്റെ പേരിന് പകരം ഭർത്താവിൻ്റെ അനിയൻ്റെ പേര് വെച്ചുകൊണ്ടാണ് കേസ് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫയൽ ചെയ്ത സമൻസ് ഭർത്താവിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് വന്ന കാര്യം അറിയാത്ത കാരണം കൊണ്ട് ഭർത്താവിനെ കുടുംബ കോടതിയിൽ ഹാജരാക്കുവാൻ സാധിക്കാതെ വരികയും തുടർന്ന് കുടുംബ കോടതിയിൽ നിന്നും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അതൊരു എക്സ് പാർട്ടി വിധിയായിട്ട് മാറുകയും ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് 12,000 രൂപ ചെലവിന് കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവ് വരികയും ചെയ്തു. അങ്ങനെ ഒരു ഉത്തരവ് വന്നപ്പോഴാണ് ഭർത്താവിന് ഇങ്ങനൊരു കേസ് കുടുംബ കോടതിയിൽ ഉണ്ടായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു, ഈ കുടുംബ കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി എന്ത് ചെയ്തു, കുടുംബ കോടതിയിലത്തെ ജഡ്ജ് ചെയ്ത കാര്യങ്ങൾ മൊത്തം ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഭർത്താവ് പറഞ്ഞ ഒരു പോയിന്റ് ഹൈക്കോടതി റദ്ദാക്കി. അതായത് ഈ അനിയനും ഭർത്താവും ഒരേ കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ പേര് മാറി അനിയൻ്റെ പേര് വന്നു എന്നുള്ളത് കൊണ്ട് ഈ കേസിന് പ്രത്യേകിച്ച് മെറിറ്റൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല, അത് കുഴപ്പമില്ല എന്നുള്ളത് കോടതി പറഞ്ഞു. പക്ഷേ മെയിൻ്റനൻസ് വിധിച്ച കാര്യം കോടതി നോക്കിയപ്പോൾ അത് എക്സ് പാർട്ടി ഓർഡർ ആണെന്നുള്ളത് ഹൈക്കോടതിക്ക് മനസ്സിലായി. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് കുടുംബ കോടതി ജഡ്ജി ഈ എക്സ് പാർട്ടി ഓർഡർ വിധിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ വിധിക്കുവാനായിട്ട് ഒരു കുടുംബ കോടതി ജഡ്ജിക്ക് അധികാരമില്ല. സുപ്രീം കോടതി ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലുള്ള എല്ലാ കോടതികളും പാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് ഈ കുടുംബ കോടതി ഫോളോ ചെയ്തിട്ടില്ല. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്, എക്സ് പാർട്ടി വിധിയാണെങ്കിൽ പോലും കുടുംബ കോടതിയിൽ മെയിൻ്റനൻസ് വിധിക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യയുടെ വിദ്യാഭ്യാസം, ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലി, ഭാര്യയുടെ അസറ്റ്, ലയബിലിറ്റീസ്, എക്സ്പെൻഡിച്ചർ, ഇത് ഭാര്യ നിർബന്ധമായും കോടതിയിൽ എക്സ് പാർട്ടി ഓർഡർ ആണെങ്കിൽ പോലും ഫയൽ ചെയ്യണം. ഇതുപോലെ തന്നെ ഭർത്താവിൻ്റെ അസറ്റ്, ലയബിലിറ്റീസ്, എക്സ്പെൻഡിച്ചർ ഫോം ഫയൽ ചെയ്യണം. ഇത് രണ്ടും നിർബന്ധമായും ഫയൽ ചെയ്യണം. ഇതിൽ ആരെങ്കിലും ഒരാൾ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഓർഡർ വിധിക്കുവാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ക്ലിയർ ആയത്? അപ്പോൾ ഭാര്യയുടെ അസറ്റ്, ലയബിലിറ്റീസ്, എക്സ്പെൻഡിച്ചർ ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ട് കോടതി എന്ത് ചെയ്തു, കുടുംബ കോടതി വിധിച്ച ആ മെയിൻ്റനൻസ് 12,000 രൂപ എന്നുള്ള മെയിൻ്റനൻസ് ഓർഡർ റദ്ദാക്കുകയും തുടർന്ന് ഈ കേസ് വീണ്ടും പുതിയതായിട്ട് ഒരു ഓർഡർ പുറപ്പെടുപ്പിക്കുവാനായിട്ട് അതേ കുടുംബ കോടതിയിലേക്ക് തന്നെ അയച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ്, എക്സ് പാർട്ടി ആണെങ്കിലും ഏത് തരത്തിലുള്ള ഓർഡർ ആണെങ്കിലും സുപ്രീം കോടതിയുടെ നിയമങ്ങൾ കൃത്യമായി കീഴ്ക്കോടതികൾ പാലിക്കണം. അങ്ങനെ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭർത്താക്കന്മാർക്ക് ഹൈക്കോടതിയിലേക്ക് ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ പ്രകാരം പോവുകയും തീർച്ചയായും നിങ്ങൾക്ക് നീതി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത് എന്താണ്, കൃത്യമായി കോടതി നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ വേണം. അതുപോലെ തന്നെ കൃത്യമായി ഹൈക്കോടതിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു മനസ്സുമുണ്ട് എന്നുണ്ടെങ്കിൽ ട്രയൽ കോർട്ടിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്യൂസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവാകും.
പല വീഡിയോസിലും പലരും പറയുന്നുണ്ട് സ്ത്രീകളുടെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അത് തെറ്റാണ്. അവരും അത് നിർബന്ധമായി കാണിക്കണം. താൽക്കാലിക ജോലിയാണെങ്കിൽ പോലും, പ്രൈവറ്റ് ജോലിയാണെങ്കിൽ പോലും അത് എന്ത് ചെയ്യണം, കോടതിയിൽ നിന്നത് സബ്മിറ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ഇതുപോലെ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ റദ്ദായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.